നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന എല്ലാവരുടെയും ആഗ്രഹം ആദ്യമേ തന്നെ ചാനൽ ഒന്ന് മോണിറ്റൈസ് ആയി കിട്ടിയാൽ മതി എന്നായിരിക്കും. അതായത് വീഡിയോ ഇട്ട് തുടങ്ങുമ്പോൾ തന്നെ ഉടൻ തന്നെ മോണിറ്റൈസേഷൻ ആകണമെന്ന ആഗ്രഹമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടാകുമോ? എന്നാൽ ഇത് ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പോൾ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയി എന്ന് പറഞ്ഞാലും ഞാൻ ഈ പറയുന്ന യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ മോണിറ്റൈസ് ആയ ചാനൽ ആണെങ്കിൽ ഏത് സമയവും അത് ഡിസേബിൾ ആകാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ തന്നെ ഒരു ചാനൽ അങ്ങനെ ഡിസേബിൾ ആയി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് അത് തിരിച്ചെടുത്തത്. എപ്പോഴാണ് ഈ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആകുന്നത്, ഇതെങ്ങനെ സോൾവ് ചെയ്യാം എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ അതിനെക്കുറിച്ചിട്ടൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആണെങ്കിലും അല്ലെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഈ ഒരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ഇത് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പിന്നെ എല്ലാവരും വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി അറിയിക്കുന്നു. പിന്നെ യൂട്യൂബ് ഷോർട്സ് വഴിയോ യൂട്യൂബ് ലോങ് വഴിയോ നമ്മൾക്ക് മോണിറ്റൈസേഷൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ ക്രൈറ്റീരിയയും എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഷോർട്സ് വഴി ചെയ്യുമ്പോഴേക്ക് 10 മില്യൺ വ്യൂസും, നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഫുൾ മോണിറ്റൈസേഷനെ കുറിച്ചിട്ടാണ്. പിന്നെ 1000 സബും അത് 90 ദിവസത്തിനുള്ളിൽ കിട്ടണം ഷോർട്സ് ആണെങ്കിൽ. ഇനി ലോങ് വീഡിയോസ് വഴി ചെയ്യുകയാണെങ്കിൽ വാച്ച് ടൈമാണ് ഇവിടെ നോക്കുന്നത്. 4000 അവേഴ്സിൻ്റെ വാച്ച് ടൈമും 1000 സബും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ ഒരുപാട് ആവർത്തി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരുപാട് പേർക്ക് ഇനിയും ഈ പുതിയതായിട്ട് വരുന്നവർക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു സംശയം ഉള്ളതുകൊണ്ടാണ് ഇനിയും പറയുന്നത്. കഴിഞ്ഞ 365 ദിവസങ്ങളാണ് ആ ഒരു ക്രൈറ്റീരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ 1 വർഷം ചാനൽ തുടങ്ങിയിട്ട് നിങ്ങളുടെ കഴിഞ്ഞു പോയെങ്കിലും അതിനൊന്നും പ്രശ്നമില്ല. നിങ്ങൾ ഇന്ന് ഏത് ദിവസമാണോ ഇന്നത്തിൽ നിന്നും പിറകോട്ട് ഒരു 365 ദിവസം അടുപ്പിച്ച് നോക്കുമ്പോഴേക്കും ആ ഒരു 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് ചാനൽ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയയുടെ കാര്യം പലരും മറന്നു പോകുന്നു. അതുകൊണ്ടാണ് പലരുടെയും ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആയി പോകുന്നത്. അതായത് ഒരു പ്രാവശ്യം നമ്മളുടെ ചാനൽ മോണിറ്റൈസേഷൻ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് എല്ലാ സമയവും നമ്മുടെ ചാനൽ ഇങ്ങനെ മോണിറ്റൈസ് ആയി ഇരിക്കുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയയിൽ ക്ലിയർ ആയിട്ട് തന്നെ ഈ കാര്യം പറയുന്നുണ്ട്. കഴിഞ്ഞ 365 ദിവസങ്ങളിൽ ഈ 1000 സബും 4000 വാച്ച് അവറും കംപ്ലീറ്റ് ആയിക്കൊണ്ടേയിരിക്കണം. അത് തുടർച്ചയായിട്ട് എപ്പോൾ നോക്കിയാലും കഴിഞ്ഞ 365 ദിവസം എടുത്താൽ ഈ 4000 വാച്ച് അവേഴ്സും 1000 സബും ഉണ്ടായാൽ മാത്രമേ ഈ മോണിറ്റൈസേഷൻ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു കേസ് വരുമ്പോഴാണ് നമ്മുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ അത് 1000 സബ് നഷ്ടപ്പെടുകയോ 4000 വാച്ച് അവർ കുറയുകയോ ചെയ്യുമ്പോഴാണ് ഇത് മോണിറ്റൈസേഷൻ ഡിസേബിൾ ആകുന്നത്. അപ്പോൾ നിങ്ങൾ ചാനലിൽ റെഗുലറായിട്ട് ഇതിന് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ റെഗുലറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. ഈ ഒരു 4000 വാച്ച് അവേഴ്സിൻ്റെ ക്രൈറ്റീരിയ അതെപ്പോഴും കഴിഞ്ഞ 365 ദിവസങ്ങളിൽ ഉണ്ടോ എന്ന് നോക്കി ആ ഒരു സമയം നിങ്ങളത് കംപ്ലീറ്റ് ആക്കി നിർത്താനായിട്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ഒരുപാട് പേരുടെ മോണിറ്റൈസേഷൻ ഇങ്ങനെ ഡിസേബിൾ ആയി പോയിട്ടുണ്ട്. പലരും വിചാരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ചാനൽ മോണിറ്റൈസൊക്കെ ആയല്ലോ, ഇനിയിപ്പോൾ പ്രശ്നമൊന്നും ഇല്ല, ഇനി തോന്നുമ്പോൾ വീഡിയോസൊക്കെ ഇടാം, വീഡിയോസിന് വ്യൂസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, സബ് കയറി ഇല്ലെങ്കിലും വ്യൂസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചാനൽ മോണി ആയല്ലോ, പിന്നെ എനിക്ക് കിട്ടുന്ന പൈസ മതി എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ മോണി ഏത് സമയവും നഷ്ടപ്പെടും. അത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കാൻ കഴിഞ്ഞ 365 ദിവസങ്ങളിൽ നിങ്ങളുടെ ചാനലിൽ എത്ര വാച്ച് അവേഴ്സ് ഉണ്ട് എന്നുള്ളത് നോക്കുക. ആ ത്രഷോൾഡ് കംപ്ലീറ്റ് ആയി ഇരിക്കുന്നോ എന്ന് നോക്കുക. അല്ല എന്നുണ്ടെങ്കിൽ അധികം താമസിക്കാതെ തന്നെ നിങ്ങൾക്കൊരു മെയിൽ വരും. 30 ദിവസത്തിനുള്ളിൽ നമുക്ക് സമയം ഉണ്ടാകും. ഈ 30 ദിവസത്തിൽ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമ്മളുടെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആകില്ല, അത് കണ്ടിന്യൂ ആകും. ഇല്ലെങ്കിൽ നമ്മൾക്ക് പിന്നെയും മോണിറ്റൈസേഷൻ റീ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ പലർക്കും ഈ ഒരു കാര്യം അറിയാത്തതുകൊണ്ടാണ് ഞാനിത് ഇവിടെ ഇനിയും ആവർത്തിച്ച് പറയുന്നത്. ആത്മാർത്ഥതയോടെ വർക്ക് ചെയ്യുന്ന ആദ്യം ചെയ്തുകൊണ്ടിരുന്നു, ഇപ്പോൾ അത് ചെയ്യുന്നില്ല എന്ന് ആ ഒരു മനസ്ഥിതി ഒരിക്കലും വരാതെ നോക്കുക. പിന്നെ ആരും ഒരിക്കലും ഈ പേ ചെയ്ത് ഈ ഒരു പരിപാടി ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ എല്ലാ വർഷവും നമ്മൾ 10,000 20,000 ഒക്കെ കൊടുത്ത് ഈ സർവീസ് ചെയ്ത് മോണിറ്റൈസേഷൻ അത് പിന്നെയും എനേബിൾ ചെയ്യേണ്ടി വരും. ഇത് വളരെ പ്രധാനപ്പെട്ട
ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് ഫാമിലി മെമ്പേഴ്സ് ഞാൻ റെഗുലറായിട്ട് ഇടാത്തത് കൊണ്ട് ഇപ്പോൾ വീഡിയോസ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് ചാനൽ കാണാതിരിക്കരുത്. എന്നെ റെഗുലറായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നല്ല നല്ല സഹോദരന്മാർ, അവർക്കൊക്കെ എൻ്റെ സന്തോഷം. കാരണം ഞാൻ ഈ ചാനൽ തുടങ്ങിയ കാലം തൊട്ട് തന്നെ അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആത്മാർത്ഥതയോടെ തന്നെ. തിരിച്ച് ഞാൻ അവരുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടവുമാണ്. ഒരുപാട് പേർക്ക് ചിലപ്പോഴൊക്കെ ഈ വ്യൂസൊക്കെ കുറഞ്ഞ് കാണുന്നുണ്ട്. നിങ്ങൾ തന്നെ നോക്കിയാൽ അറിയാം, ടെക്കി ലേഡി ചാനൽ തന്നെ ഒരിടയ്ക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള വ്യൂസ് വരുമായിരുന്നു. പിന്നെ വളരെ കുറഞ്ഞു ഈ കൺസിസ്റ്റൻ്റായിട്ട് ഇടാത്തപ്പോഴേക്കും. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എത്ര സമയക്കുറവുണ്ടെങ്കിലും തിരക്കുകളുണ്ടെങ്കിലും അതൊന്നും കൂട്ടാക്കാതെ വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കിനി വേറെ ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.